ഹലോ ഗൈസ്, വീണ്ടും ഒരു ഫ്ലോപ്പ് ആയ റെസിപ്പി കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇളം ചൂടുള്ള പാലില് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. മൈദ ചേർത്ത് ഇതൊരു ഡോ ആക്കി എടുക്കണം കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ഡോ. എന്റെ ഡോ കുറച്ച് ഹാർഡായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് ഓയിൽ കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഒരു ഉറക്കം കഴിഞ്ഞ് നേരെ വന്നത് ഇത് പൊങ്ങി വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മൂടി തുറന്നപ്പോഴാണ് ഇത് പൊങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായത്. ഷെടാ, ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? വേറൊന്നല്ല, ബ്രെഡാണ് കേട്ടോ. ഇത് പൊങ്ങിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ എന്റെ മൂഡ് പോയി. എന്നാലും ഇവിടം വരെ ആയില്ലേ. മുകളിൽ കുറച്ച് മുട്ട കൂടെ ഗ്രീസ് ചെയ്ത് ഞാനിത് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഉള്ളു വെന്തിട്ടില്ല. എന്നിട്ട് ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. ആ കട്ട് ചെയ്ത പീസിന്റെ മേലെ വീണ്ടും മുട്ട ഗ്രീസ് ചെയ്ത് ഒന്നുകൂടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. ബ്രെഡ് കഴിക്കാൻ കൊതിച്ച് അവസാനം റസ്ക് കഴിക്കേണ്ട അവസ്ഥയായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതിന് പ്രത്യേകിച്ചൊരു വികാരം ഇല്ല കേട്ടോ. ഇത് പൊങ്ങാത്തത് കൊണ്ടാണ്, വേറൊന്നല്ല. എന്റെ ഡോ കുറച്ച് ഹാർഡായി പോയി. എന്നിട്ട് ഞാൻ പിന്മാറിയിട്ടില്ല. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. കടയിൽ പോയി ബ്രെഡ് മേടിച്ച് അത് കഴിച്ച് ഞാൻ തൃപ്തി അടഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.